സോ ഇൻറ്റൽ മാക് വേഴ്സസ് ആപ്പിൾ സിലിക്കൺ മാക്. അപ്പോൾ 2025 ഇതിൽ ഏത് മാക് പർച്ചേസ് ചെയ്യണം? ഇനിയിപ്പോൾ നിങ്ങൾ യൂസ്ഡ് മാക് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ഓഫ് മാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം യൂസ്ഡ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഡിഫറെൻറ്റ് മോഡൽസിലുള്ള മാക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ആപ്പിളിൻ്റെ കറണ്ട് മാക് ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ 5 മോഡൽസാണ് അവൈലബിൾ. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ, മാക് മിനി, ഐമാക് ആൻഡ് മാക് പ്രോ. ഇതാണ് 5 കറണ്ട് ലൈനപ്പിലുള്ള മാക്കുകൾ. ഇനി യൂസ്ഡ് മാർക്കറ്റിലേക്ക് വരുമ്പം ഒരെണ്ണം കൂടെ ഈ പറഞ്ഞ ലിസ്റ്റിനോടൊപ്പം വരും. അതാണ് മാക് ബുക്ക്. മാക് ലൈനപ്പിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് മാക് ബുക്ക്. കറണ്ട് ലൈനപ്പിൽ അതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഷോർട്ട് ടേം പീരീഡിൽ മാത്രം ആപ്പിൾ റിലീസ് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. എന്നാൽ ആപ്പിൾ സിലിക്കൺ മാക്കിലേക്കുള്ള ട്രാൻസിഷൻ വന്നപ്പം അതും സ്റ്റോപ്പായി. എന്നാൽ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സിലും റൂമേഴ്സിലും അറിയാൻ സാധിച്ചത് ആപ്പിൾ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ മാക് ബുക്ക് തിരികെ അവരുടെ മാക് ലൈനപ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം ഇൻറ്റൽ മാക് വേഴ്സസ് ആപ്പിൾ സിലിക്കൺ മാക്. ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പം ആദ്യം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. യൂസ്ഡ് മാക് പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ മിനിമം 2018 മുകളിലേക്കുള്ള മാക്കുകൾ ഓപ്റ്റ് ചെയ്യുക. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് 2020 ശേഷമുള്ള അല്ലെങ്കിൽ 2020 മുതലുള്ള മാക്കുകൾ പർച്ചേസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, 18, 19, 20 വരെ ആപ്പിൾ ഇൻറ്റൽ മാക്കുകൾ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ 2020 പകുതിയോടെയാണ് നമുക്കറിയാം ആപ്പിൾ ആ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്തത് ആപ്പിൾ സിലിക്കണിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മാക്കുകളിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ സിലിക്കൺ മാക് എന്ന് പറയുന്നത് M1 സീരീസാണ്. M1 നമുക്കറിയാം M1 എയർ ഉണ്ട്, M1 മാക്ബുക്ക് പ്രോ ഉണ്ട്. സോ ഇങ്ങനെയുള്ള മോഡൽസ് എല്ലാം നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. ഇനി എന്തുകൊണ്ട് മിനിമം 2018 മുതലുള്ള മോഡലുകൾ ഓപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് സോഫ്റ്റ്വെയർ സപ്പോർട്ട്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇൻറ്റൽ ബേസ്ഡ് മാക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ടുള്ള macOS Tahoe, അതായത് macOS 26 എന്ന് പറഞ്ഞു. ആപ്പിൾ തന്നെ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്ത ഒരു കാര്യമാണ്. ഇൻറ്റൽ മാക്കുകൾക്ക് ഇതോടുകൂടി യാതൊരു സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഇനി ഭാവിയിൽ ലഭിക്കത്തില്ല എന്നുള്ള കാര്യം. macOS Tahoe ആയിരിക്കും ഇൻറ്റൽ മാക്കുകളുടെ ഏറ്റവും അവസാനത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 3 യൂസേഴ്സ് 2 തരത്തിലുണ്ട്. കാഷ്വൽ യൂസേഴ്സ്, പ്രൊഫഷണൽ യൂസേഴ്സ്. സോ കാഷ്വൽ യൂസേഴ്സിനകത്ത് തന്നെ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇപ്പം സ്റ്റുഡൻസിന്, ഹൈസ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ ലൈറ്റായിട്ടുള്ള ഇപ്പം ഗെയിമിംഗ് എന്നുള്ള സംഭവം ഒഴിച്ചു നിർത്തിയാൽ നിങ്ങൾക്ക് പഠനം അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് 2016 മുതലുള്ള മോഡൽസ് അവൈലബിൾ ആണ്. വളരെ ചീപ്പറായിട്ടുള്ള റേറ്റിൽ നല്ല ബിൽഡ് ക്വാളിറ്റി, ഡിസ്പ്ലേ, അതുപോലെ തന്നെ സ്പോർട്ട് ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസ് എല്ലാം തരുന്ന ഒരു മോഡൽസാണ് ഈ പറഞ്ഞ 2016 മുതലുള്ള. അതുപോലെ തന്നെ വളരെ കാഷ്വൽ ആയിട്ടുള്ള യൂസ്, അതായത് സിനിമ കാണുക, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി മാത്രം നിങ്ങളൊരു ജസ്റ്റ് ഒരു മാക്ക് നമ്മുടെ കൂട്ടത്തിൽ വേണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 2016, 18 മോഡൽസ് എല്ലാം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളൊരു മാക് യൂസറാണ്, നിങ്ങൾ മാർക്കറ്റിൽ ഒരു മോണിറ്റർ നോക്കുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന മാക്കിൻ്റെ അതേ ഡിസ്പ്ലേ ക്വാളിറ്റി, അതേ കളേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന നിരവധി പോർട്ട് സെലക്ഷൻസ് ഉള്ള, വേറെ ഹസിലുകളൊന്നുമില്ലാതെ ഒരൊറ്റ സിംഗിൾ USB കേബിളിൽ നിങ്ങളുടെ മാക്കും മോണിറ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, ഹൈറ്റ് അഡ്ജസ്റ്റിനോടൊപ്പം തന്നെ ടിൽറ്റും പിവോട്ടും ചെയ്യാൻ സാധിക്കുന്ന, അതോടൊപ്പം ഡിസ്പ്ലേ പതിക്കുന്ന റിഫ്ലക്ഷൻസിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പാനൽസ് ഉള്ള ഒരു മോണിറ്ററാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയ പെർഫെക്റ്റ് ഫിറ്റാണ് ബെൻക്യൂവിൻ്റെ MA സീരീസ്. ഇത് 2 മോഡൽസിലാണ് അവൈലബിൾ. നമുക്ക് MA 32 ഇഞ്ചും 27 ഇഞ്ച് മോഡൽസ് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മറ്റുള്ള മോണിറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നിരവധി പോർട്ട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരൊറ്റ സിംഗിൾ USB Type-C കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മാക് കണക്ട് ചെയ്യാനും അതേസമയം ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. MA സീരീസിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ iDevice കളർ സിങ്ക് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐപാഡോ, മാക്കോ, ഈവൻ ഐഫോണോ ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ മോഡൽ അനുസരിച്ച് അതിൻ്റെ ഡിസ്പ്ലേ കളർ ആക്യുറേറ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ വരുന്ന ഡിസ്പ്ലേ പൈലറ്റ് 2 പ്രോഗ്രാം ഇത് ഉപയോഗിച്ചുകൊണ്ട് യൂസേഴ്സിന് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഇതിൻ്റെ ബ്രൈറ്റ്നസ്, സെറ്റിംഗ്സ്, പ്രൊഫൈലുകൾ ഇതെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈവൻ വിത്തൗട്ട് ദ നീഡ് ഓഫ് എ ബട്ടൺ. വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓപ്പോസിറ്റുള്ള ലൈറ്റുകൾ ഡിസ്പ്ലേയിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനുള്ള നാനോ മാറ്റഡ് ഡിസ്പ്ലേ പാനൽസാണ് ബെൻക്യൂ MA സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഓവറോൾ ലക്ഷങ്ങൾ മുടക്കി ആപ്പിളിൻ്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേ വാങ്ങുന്ന പൈസയുടെ പകുതി എമൗണ്ടിന് നിങ്ങൾക്ക് വളരെ സിമിലർ സ്പെക്കിൽ, ക്വാളിറ്റി ഡിസ്പ്ലേയിൽ കളർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ഡിസ്പ്ലേ ആണ്
പെൻക്യൂൻ്റെ MA സീരീസ്. സോ ഇത് പർച്ചേസ് ചെയ്യാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ സകല ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 3 ഓഫീസ് വർക്ക്, അതായത് നമ്മളിപ്പം ഡോക്യുമെൻറ്റേഷൻ, എക്സൽ ഇങ്ങനെയുള്ള യൂസേജിന് നമുക്ക് ഈ പറഞ്ഞ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2016, 17, 18, 19 വരെയുള്ള മോഡൽസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ മിക്ക യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പലരും മാക്ക് സെല് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതിലൊക്കെ ഇവർ ഓഫറിന് കൊടുക്കുന്ന മാക്ക് എന്ന് പറയുന്നത് 2012 മോഡൽ മാക്ക് അല്ലെങ്കിൽ 2018 വരെയുള്ള മോഡൽ മാക്ബുക്ക് എയർ. ഈ മോഡൽ മാക്കുകളുടെയൊക്കെ പ്രത്യേകത, ഇത് 2012 മോഡൽ മാക്കാണ്, മാക്ബുക്ക് എയർ ആണ്. ഇതേ മോഡലിൽ തന്നെയാണ് 2018 വരെയുള്ള മാക്ബുക്ക് എയർ റിലീസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം 2012 വരെയുള്ള മാക്ബുക്ക് പ്രോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെല്ലാം വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് LCD ഡിസ്പ്ലേ ആണ്. ഇതിലൊക്കെ വന്നിരിക്കുന്ന LCD ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം ബാക്കിൽ ഈ ആപ്പിൾ ലോഗോ കത്തുന്ന മാക്ബുക്ക് എയർ ആണ് എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് ഒരു പഞ്ചിനെസ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകം ഈ പറഞ്ഞ മോഡൽസിലുള്ള മാക്കുകൾ കഴിവതും ഒഴിവാക്കുക. അതുകൊണ്ട് ഇൻ്റൽ മാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ലൈറ്റ് യൂസ് ആണെന്നുണ്ടെങ്കിൽ 16 മുകളിലേക്കുള്ളത് ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 4 സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ. ഇപ്പം 5 വർഷമായിട്ട് ആപ്പിൾ സിലിക്കൺ മാക്കുകൾ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം ആപ്പിൾ തന്നെ ഇപ്പം ഒഫീഷ്യലി ഇൻ്റൽ മാക്കിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് 1 വർഷം കൂടി ഉള്ളും എന്നുള്ളത് അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ മിക്ക ഇൻ്റൽ മാക്ക് ആപ്ലിക്കേഷൻസിൻ്റെയും സോഫ്റ്റ്വെയർ സപ്പോർട്ട് പതുക്കെ അവർ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ സ്ലോ ഡൗൺ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളൊരു ലോങ് ടേം യൂസേജിനാണ് ഒരു മാക്ക് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2020 മുകളിലേക്കുള്ള മാക്കുകൾ ഓപ്റ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻ്റൽ മാക്കുകൾ ഓപ്റ്റ് ചെയ്യുക. 5 നിങ്ങളൊരു പ്രൊഫഷണൽ ആൻഡ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാക്ക് യൂസറാണ് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പിന്നെ ചിന്തിക്കാനില്ല, ആപ്പിൾ സിലിക്കൺ മാക്കുകൾ മാത്രം ഓപ്റ്റ് ചെയ്യുക. 2020 മുകളിലേക്കുള്ള മാക്കുകൾ മാത്രം ഓപ്റ്റ് ചെയ്യുക. ഇനി ഇതിൽ നമുക്കറിയാം മാക്ബുക്ക് എയർ ഉണ്ട്, മാക്ബുക്ക് പ്രോ ഉണ്ട്, മാക് മിനി ഉണ്ട്, iMac ഉണ്ട്. ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാക്ക് ഓപ്റ്റ് ചെയ്യുക. അതിൽ മാക് മിനി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മോണിറ്റർ വേണം, ലാർജർ ആയിട്ടുള്ള മോണിറ്റർ വേണം, ഒരു മൗസും കീബോർഡും നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. ഇൻ്റൽ മാക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ആപ്പിൾ സിലിക്കൺ മാക്കുകൾക്ക് നിരവധി അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന്, ഇതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്, കാരണം ഇതിൻ്റെ യൂണിഫൈഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. 2, ബാറ്ററി എഫിഷ്യൻസി അതുകൊണ്ട് തന്നെ കൂടുന്നു. 3, നിരവധി പോർട്ട് ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന M2 Pro മാക്ബുക്ക് പ്രോ ആണ്. ഇതിൽ തന്നെ നമുക്ക് SD കാർഡ് സ്ലോട്ട് ഉണ്ട്, 3 USB Type-C പോർട്ട് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു HDMI പോർട്ട് ഉണ്ട്, ആൻഡ് മാഗ്സേഫും ഉണ്ട്. സോ ഇങ്ങനെ നിരവധി പോർട്ട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്പിൾ മാക്കിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ സിലിക്കൺ മാക്കുകളുടെ പ്രത്യേകതയാണ്. ഫ്യൂച്ചർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമായിട്ട് മെഷീൻ ലേണിംഗും ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ടും ഈവൻ ഐപാഡിൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഐപാഡിന് വേണ്ടി ഡെവലപ്പ് ചെയ്തേക്കുന്ന മിക്ക ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മാക്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യം നമുക്ക് ആപ്പിൾ സിലിക്കൺ മാക്കിൽ അവൈലബിൾ ആണ്. ഇനി ഇതിലെ മൂന്നാമത്തതും ഏറ്റവും അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂസ്ഡ് മാക്ക് പർച്ചേസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഫിസിക്കലി ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് മിക്കപ്പോഴും മാക്കുകൾക്ക് നമ്മൾ മടിയിലൊക്കെ വെക്കുമ്പം അല്ലെങ്കിൽ വല്ലോടെ സ്ഥലത്തും പ്ലേസ് ചെയ്യുമ്പം ഈ സൈഡ് കുത്തി വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡ് കുത്തി വീഴുമ്പോൾ ഉണ്ടാകുന്ന ഡെൻറ്റുകൾ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് എൻ്റെ മാക്ബുക്ക് എയർ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം താഴെ വീണപ്പം ഇങ്ങനെ സൈഡ് ഇടിച്ചാണ് വീണത്, അങ്ങനെ ഉണ്ടായ ഡെൻറ്റാണ്. ഇതുപോലത്തെ ഡെൻറ്റുകളോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ആദ്യം നിങ്ങൾ നോക്കുക. അത് ബോട്ടത്തിലാകാം, സൈഡിലാകാം, മുകളിലാകാം, ഈവൻ ഡിവൈസ് തുറന്നു നോക്കുമ്പോൾ പോലും മേ ബി അത് കണ്ടേക്കാം. 2, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അതായത് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഒലിയോഫോബിക് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻസ്പെക്ട് ചെയ്യുമ്പം ഈ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മങ്ങിയ പോലത്തെ എന്തെങ്കിലും പാടുകളോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഒലിയോഫോബിക് കോട്ടിങ്ങിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം വെള്ളം ഇട്ട് തുറച്ചാൽ ചിലപ്പം കുറച്ച് നേരത്തേക്ക് അത് മാറിയേക്കാം. വീണ്ടും അത് ഡ്രൈ ആയി കഴിയുമ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ സ്ക്രാച്ചസ് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ ഇതുപോലത്തെ ഡാമേജസ് ഉണ്ടോ എന്നുള്ളതും ഇൻസ്പെക്ട് ചെയ്യുക. 3, കീബോർഡ്, ട്രാക്ക് പാഡ് ആൻഡ് സ്പീക്കേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓഡിയോ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. അതിൽ ഈ സ്പീക്കേഴ്സിന് എന്തെങ്കിലും ക്രാക്കിംഗ് സൗണ്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീക്കേഴ്സിന് ഡാമേജ് വേണം. ട്രാക്ക് പാഡിൻ്റെ ആ ഒരു പ്രസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീഡ്ബാക്ക്, അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ക്ലിക്കിംഗ് സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. 3, കീബോർഡാണ്, കീസാണ്. കീസ് എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഫിസിക്കലി ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയൽ നമ്പർ, ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ ചെക്ക് ചെയ്യുക. എല്ലാ മാക്കുകളുടെയും സീരിയൽ താഴെ ബോട്ടത്തിൽ കാണാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം പ്രിഫറൻസിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്തും സീരിയൽ നമ്പർ കാണാൻ സാധിക്കും. അത് checkcoverage.apple.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇത് ജെനുവിൻ ആണോ, വാറണ്ടി ഉണ്ടോ, വാറണ്ടി ഇല്ലയോ, അതെങ്കിൽ എന്തെങ്കിലും പാർട്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. 4, നമ്മൾ ഐഫോണിലൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ മാക്കിൻ്റെയും ബാറ്ററി ഹെൽത്ത്, ബാറ്ററി സൈക്കിൾ കൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 80-75% താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട വരും, എങ്കിലേ ഉള്ളൂ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം സൈക്കിൾ കൗണ്ട് 1000 കൗണ്ടിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം പല മോഡൽസിനും പല ബേസ് സൈക്കിൾ കൗണ്ടാണ് കമ്പനി തന്നെ ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ വെബ്സൈറ്റ് ആണ്, അതിൽ ഏതൊക്കെ മോഡൽസിന് എത്രയാണ് സൈക്കിൾ കൗണ്ട് മിനിമം വേണ്ടത്, അതിൻ്റെ മാക്സിമം സൈക്കിൾ കൗണ്ടും ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ യൂസ്ഡ് മാക്കുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.